6 വർഷം മുമ്പ് അപ്രത്യക്ഷനായ വി എസ് എന്ന് പറഞ്ഞല്ലേ, 2019 പാർലമെൻറ്റ് ഇലക്ഷന് നടന്ന് പ്രസംഗിച്ച് വന്നതിന് ശേഷമാണ് സ്ട്രോക്ക് ഉണ്ടാവുന്നതും വി എസ് പൊതുമണ്ഡലത്തിൻ്റെ യവനികയ്ക്ക് പുറകിലേക്ക് പോകുന്നത്. പക്ഷേ 6 വർഷത്തൊരു ഗ്യാപ്പ്, അതായത് 6 വർഷമായിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു വി എസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ജനസഹസ്രം ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, നാളെയും ജനം ചോദിക്കും, ഓ വി എസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അത് മതി വി എസിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് വി എസ് ഈ സമൂഹത്തിൽ അവശേഷിപ്പിക്കുന്ന എക്സ്ക്ലമേഷൻ. ഒരു വ്യക്തിയുടെ ഫിലോസഫിയെ, ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ ചേർത്ത് നിർത്താൻ മനസ്സ് കാണിക്കുന്ന, ചേർത്ത് നിർത്തിയാൽ അത് ഏറ്റെടുക്കാൻ കെൽപ്പ് കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു അച്ഛനെ പോലെ ഒരാൾ പിരിഞ്ഞുപോയി എന്നുള്ളതാണ് വി എസിൻ്റെ വേർപാടിനെ പറ്റിയിട്ട് എനിക്ക് ഓർക്കാനുള്ളത്. ഒരു ഇഷ്യൂ വി എസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ അത് ഏറ്റെടുക്കാൻ വി എസ് തയ്യാറാണ്, അതിന് ഏതറ്റം വരെയും പോകാനും തയ്യാറായിരുന്നു. ഇഷ്യൂസൊന്നും ഞാൻ ഇനി പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇന്നലെ മുതൽ സ്ഥിരമായിട്ട് ചാനലുകളിൽ വന്നുകൊണ്ടേയിരിക്കുന്നതാണ് സംഭവങ്ങൾ. പക്ഷേ അതിലത്തെ ഓരോ ഇഷ്യൂ നോക്കിയാൽ ആ ഇഷ്യൂവിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വി എസ് ആദ്യം ഒരു ഡിക്ലറേഷൻ നടത്തും. ഇതാ ഞാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഡിക്കേഷനാണ്, ഇനി ഞാൻ ബാക്ക് ഓഫ് ചെയ്യുന്നില്ല, ഞാൻ മുമ്പിലേക്ക് പോകും. ഏതുവരെ പോകും? ഇതിൻ്റെ ലോജിസ്റ്റിക് കൾമിനേഷൻ എവിടെയാണോ അതുവരെ ഞാൻ പോകും. ആ ഒരു നിലപാടെടുത്തിരുന്നു എന്നുള്ളതാണ് വി എസിൻ്റെ ഒരു പ്രത്യേകത. വ്യക്തിപരമായിട്ട് ഒരു വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. വി എസിനെ കുറേ കാലം കൂടെ നടന്നു. പല കാര്യങ്ങളും അടുത്തിരുന്ന് ചർച്ച ചെയ്യാനോ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനോ ഉള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. എന്തെങ്കിലും തോന്നിയാൽ പറയാനുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. അത് പറയുന്നതിന് വി എസിന് വിരോധം ഉണ്ടായിരുന്നില്ല. അല്ല വി എസ് അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് എടുക്കുന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് അങ്ങ് എടുക്കുന്നല്ല, അത് കേൾക്കും. അത് കേൾക്കുന്നതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നഷ്ടം തന്നെ. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുള്ളത്, വി എസ് അച്യുതാനന്ദൻ 6 വർഷമായിട്ട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തൻ്റെ വിരമിച്ച മട്ടാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യമുണ്ട്. എല്ലാ വിഷയങ്ങളിലും ഇടപെടുമായിരുന്ന ഒരാൾ, കേൾക്കുമായിരുന്ന ഒരാൾ, ആക്സസ് ഉണ്ടായിരുന്ന ഒരാൾ എന്നൊക്കെ പറയുമ്പോൾ വി എസിൻ്റെ അസാന്നിധ്യം ഇപ്പോഴത്തെ കറണ്ട് പൊളിറ്റിക്കൽ സിനാരിയോ, ഭരണം തുടങ്ങിയിട്ടുള്ള വലിയ സവിശേഷതകളുള്ള പലതരത്തിലുള്ള സന്ദർഭങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. പാർട്ടിയും മുന്നണിയും സർക്കാരും ഒക്കെ. അവിടെ വി എസിൻ്റെ ഏത് ഏരിയയാണ് മിസ് ചെയ്യുന്നത് താങ്കൾക്ക് തോന്നുന്നുണ്ട്? വി എസ് ഉണ്ടാക്കിയ ഒരു ഓറ, അത് കുറച്ച് ദശാബ്ദക്കാലം അത് എന്തായാലും നിലനിൽക്കും. വി എസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജനങ്ങൾ പറയുന്ന ഒരു കാലം ഒരു 30-40 കൊല്ലം എക്സ്റ്റെൻഡ് ചെയ്ത് പോവും എന്നെനിക്ക് തോന്നുന്നു. 6 വർഷം മുമ്പ് അപ്രത്യക്ഷനായ വി എസ് എന്ന് പറഞ്ഞല്ലേ, 2019 പാർലമെൻറ്റ് ഇലക്ഷന് നടന്ന് പ്രസംഗിച്ച് വന്നതിന് ശേഷമാണ് സ്ട്രോക്ക് ഉണ്ടാവുന്നതും വി എസ് പൊതുമണ്ഡലത്തിൻ്റെ യവനികയ്ക്ക് പുറകിലേക്ക് പോകുന്നത്. പക്ഷേ 6 വർഷത്തൊരു ഗ്യാപ്പ്, അതായത് 6 വർഷമായിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു വി എസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ജനസഹസ്രം ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, നാളെയും ജനം ചോദിക്കും, ഓ വി എസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അത് മതി വി എസിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് വി എസ് ഈ സമൂഹത്തിൽ അവശേഷിപ്പിക്കുന്ന എക്സ്ക്ലമേഷൻ.